അദാഊനി വഅയ്യ ഫതൻ അദാഊ ലിയൗമി കരീഹത്തിൻ വസദാദി ഫഗ്രി. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ എന്നും അയൽപക്കത്ത് കിട്ടുന്ന പാട്ടാണ്. എന്നൊരു പാട്ടെന്നെ പാടിയ ബോറടിക്കൂലേ? ഒരു പാട്ടെന്നെ പാടി എന്നൊരു വേള തന്നെ പറയാൻ പറ്റുമോ? എന്നൊരു പാട്ട് പറയാൻ പറ്റുമോ? എന്നൊരു കഥ തന്നെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അബൂ ഹനീഫ തങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നോക്കണേ. എന്നും ഒരു പാട്ട്, ഈ രണ്ടുപേരെ അയാൾ പാടുള്ളൂ. എന്നും കള്ളു കുടിച്ചു വന്ന് പാടും. ഒരു അയൽപക്കക്കാരൻ, അദ്ദേഹം ജൂതനായിരുന്നു, ഒറ്റയ്ക്ക് ബാച്ചിലറായിട്ട് താമസിക്കാം. രാത്രി കള്ളു കുടിക്കും, പിന്നെ പാട്ടാണ്. നേരം വെളുക്കോളം ഇത് രണ്ടുപേരെ പാടും. അദാഊനി വഅയ്യ ഫതൻ അദാഊ ലിയൗമി കരീഹത്തിൻ വസദാദി ഫഗ്രി. എന്നാരും നോക്കിയില്ലല്ലോ, എന്നെ എല്ലാവരും കൈവടിഞ്ഞല്ലോ, എന്നെ എല്ലാവരും കൈയൊടിഞ്ഞല്ലോ, ഒരു പ്രയാസം വന്നപ്പോ എന്നെ നോക്കാൻ ആളുണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു പാട്ട് പാടും. അങ്ങനെ ഒരിക്കലിലെ ഖലീഫയുടെ പോലീസുകാരതിലിങ്ങനെ റോന്തു ചുറ്റുന്ന സമയത്തായി കള്ളു കുടിച്ച പാട്ട് കേൾക്കുന്നത്. അപ്പോ പോലീസുകാരെ ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. 2-3 ദിവസം പാട്ട് കേൾക്കാതെ വന്നപ്പോഴേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, എന്റെ അയൽവാസി എവിടെ പോയി? കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എവിടെയാണ് നിന്റെ അയൽവാസി, ജൂതനായ അയൽവാസി എവിടെയാണ്? അപ്പോ പറഞ്ഞു, പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്, കള്ളു കുടിച്ച് പാട്ട് പാടിയിട്ട് ആള് ജയിലിലാണെന്ന് പറഞ്ഞു. മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കർമ്മശാസ്ത്ര രംഗത്തെ അൽ ഇമാമുൽ അഅ്ദം എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രഗത്ഭനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അൽ ഇമാമുൽ അഅ്ദം മഹാനായ അബൂ ഹനീഫ അൻ-നുഅ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ അവരുടെ വസ്ത്രം ഒക്കെ അണിഞ്ഞ് അന്നത്തെ ജയിൽ സൂപ്രണ്ട് ഈസ ഇബ്നു മൂസ എന്ന് പറയുന്ന ഹാക്കിമിനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അദ്ദേഹം വന്നപ്പോഴേക്കും ഈസ ഇബ്നു മൂസ എന്ന അവിടുത്തെ സൂപ്രണ്ട് അദ്ദേഹം ചോദിച്ചു, അല്ല ശൈഖ് അവറുകൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ ഒരു അയൽവാസിന്റെ, അയാൾ ഇങ്ങനെ കള്ളു കുടിച്ച് പാട്ട് പാടുന്ന ആളാ, അദ്ദേഹത്തെ നിങ്ങളുടെ പോലീസുകാർ ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അയാളൊന്ന് വിട്ടുതരുമോ? ഞാൻ അയാൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി വന്നതാ. ആ ഒരു സംഭവത്തിന്റെ പേരിൽ ആ ദിവസം എത്ര കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടോ സർവ്വ ആളുകളെയും നിരപാധികം വിട്ടയച്ചു. എല്ലാരും വിട്ടയച്ചു. ഇമാമുൽ ആലം നേരിട്ട് വന്ന് ശുപാർശ ചെയ്യല്ലേ, റെക്കമെൻഡ് ചെയ്യല്ലേ, വിട്ടയച്ചു. അങ്ങനെ ആ ജൂതനായ ചെറുപ്പക്കാരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാനവറുകൾ ഇയാൾ പാടുന്ന പാട്ടിനെ ബന്ധപ്പെടുത്തി ഇങ്ങനെ ചോദിച്ചു, നീ പാടാറുള്ളത് ഇങ്ങനെയല്ലേ? അദാഊനി വഅയ്യ ഫതൻ അദാഊ ലിയൗമി കരീഹത്തിൻ വസദാദി ഫഗ്രി. ഇന്നാരും നോക്കിയില്ലല്ലോ, ഇന്നാരും കൈവടിഞ്ഞില്ലല്ലോ. സഹോദര, ഹൽ ദയ്യഅനാക, നിന്നെ നമ്മൾ കൈവടിഞ്ഞല്ലേ, 3 ദിവസം ജയിലിൽ കിടന്നല്ലേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, നിന്നെ രക്ഷപ്പെടുത്താൻ അറിഞ്ഞില്ല, ഞാൻ നിന്നോട് ചെയ്യേണ്ട ഉപകാരം എനിക്ക് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല മോനെ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എന്നോട് വെറുപ്പുണ്ടോ? ഇമാമുൽ ആലം നിങ്ങളോട് എനിക്ക് എന്ത് വെറുപ്പ്? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ? അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നത് പരമാർത്ഥം ഈ മനുഷ്യന്റെ കൽബിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറുകയാണ്. ഫഅസ്ലം, അദ്ദേഹം മുസ്ലിമായി. വസഹിബ അബൂ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ അദ്ദേഹം നിരന്തരം സംബന്ധിക്കുകയും അദ്ദേഹത്തിന്റെ സ്വഹാബുകളിൽ അബൂ ഹനീഫ തങ്ങളുടെ അറിയപ്പെടുന്ന അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ മദ്ഹബിന്റെ തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ നിരകളിൽ ഇദ്ദേഹം ഇടം പിടിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. സ്വന്തം അയൽപക്കത്തെ ഒരു ഹിന്ദുവിനോട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോട്, ഒരു മതമില്ലാത്തവനോട്, ഉപദ്രവം ചെയ്യുന്ന ആളുകളോട് ഒരു മുസ്ലിം തൊട്ടരികത്തുണ്ടെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ആ നന്മയുടെ ഏറ്റവും വലിയ മാതൃകയാണ് കർമ്മശാസ്ത്ര രംഗത്തെ പ്രഗത്ഭനായ ആലിം മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ കാണിച്ചു തരുന്നത്. ഈ സംസ്കാരം, മുസ്ലിമിന്റെ അയൽപക്ക ബന്ധം ഒരു അമുസ്ലിമിന് പോലും അഭയമാണ് എന്ന് പറയുന്ന സംസ്കാരം. അയൽവാസിയോട് നിങ്ങൾ നന്മ ചെയ്യുമ്പോ നിങ്ങൾ ഒരു മാന്യനാവുകയല്ല ചെയ്യുന്നത്, അയൽവാസിയോട് നന്മ ചെയ്യുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനാവുന്നത്. തകുൻ മുഅ്മിന, മുഅ്മിനാവുന്നത് സ്വന്തം അയൽപക്കത്തോട് നന്മ ചെയ്യുമ്പോഴാണത്രേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട് കച്ചവടം നടക്കാൻ പോവുകയാണ്. കച്ചവടം നടക്കാൻ വേണ്ടി പോകുമ്പോ കച്ചവടക്കാരൻ പറഞ്ഞു, വീട് വിൽക്കുന്ന ഉടമസ്ഥൻ പറഞ്ഞു, എന്റെ വീടിന് 2000 ദിർഹം എനിക്ക് വില വേണം, 2000 ദിർഹം വേണം. അപ്പൊ കച്ചവടം വാങ്ങിക്കാമെന്ന ആളുകൾ ചോദിച്ചു, അല്ല ഈ വീടിന് ആകെ 1000 വില ഉള്ളൂ, പിന്നെ എന്തിനാ 2000?
പറഞ്ഞു, അൽഫുൻ 1000 എന്റെ വീടിന്റെ വിലയാണ്, അൽഫുൻ ലിജിവാരി അബ്ദുല്ലാഹി ബിൻ മുബാറക്, പിന്നെ 1000 എന്റെ അയൽപക്കക്കാരൻ അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്നവരാണ്. ആ അയൽപക്ക ബന്ധത്തിന് 1000 വേറെ വേണം. ഈ വാർത്ത കേൾക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്നിട്ട് ചോദിച്ചു, അല്ല അയൽക്കാര, നിങ്ങൾക്കിപ്പോ എത്ര പൈസക്കാണ് ഇപ്പൊ ആവശ്യമുള്ളത്? പറഞ്ഞു, 1000 ദിർഹമിന്റെ ഒരു ആവശ്യമുണ്ട്. ആ 1000 ദിർഹം എന്റെ വക ഇതാ, നിങ്ങൾ പിടിച്ചോ. നിങ്ങളിത് സൗകര്യപ്പെടും, എനിക്ക് തിരിച്ചു തന്നാൽ മതി. നിങ്ങൾ വീട് വിട്ടു പോവല്ലേ, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും, നിങ്ങൾ വീട് വിട്ടു പോവണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം ഈ വിഷയത്തിൽ എന്ന് സ്വന്തം വീട് വിറ്റ് പോകാൻ നിൽക്കുന്ന സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കച്ചവടക്കാരൻ കൂടിയായിരുന്നു. കച്ചവടക്കാരനാണ്, വലിയ ധർമ്മസമരം ചെയ്യുന്ന ആളാണ്. രാത്രി ഖായിമുൻ ബില്ലൈലി സ്വായിമുൻ ബിന്നഹാരി വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്, അങ്ങനത്തെ ഒരു വലിയൊരു അത്ഭുതകരമായ പേഴ്സണാലിറ്റിയാണ് അബ്ദുല്ലാഹി മുബാറക് തങ്ങളുടെ. രാത്രി നിസ്കാരം, പകല് നോമ്പ്, പകല് യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യുമ്പോ മുൽത്തഹിമൻ, എപ്പോഴും മുഖത്തൊരു മുഖം മൂടി ഉണ്ടാവും, ആരും കാണാതിരിക്കുക, എന്ന ആളാണ് ഇതെന്ന് അറിയരുത്. മുസ്ലിമുകൾക്കിടയിൽ അങ്ങനെ ആളറിയപ്പെടണം എന്ന ഒരു ആഗ്രഹമില്ലാതെ ആ ഒരു സംസ്കാരം കൊണ്ടുവന്നതിൽ വലിയൊരു പങ്കുണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ വലിയൊരു മഹാനായ കച്ചവടക്കാരനും കൂടിയായിരുന്നു. 1000 ദിർഹം കൊടുത്തിട്ട് പറയാൻ, നിങ്ങൾ എന്റെ അയൽവാസിയല്ലേ, നിങ്ങൾ പോവല്ലേ. സ്വന്തം മക്കളുടെ കല്യാണത്തിന് വേണ്ടി വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ വീട് മൊത്തം വിറ്റുപോവേണ്ട, വീടിന്റെ മൊത്തം കാശിന്റെ ആവശ്യമില്ല, എന്തെങ്കിലും ഒരൽപ്പമാണ് ആവശ്യം. പക്ഷേ അത് കിട്ടാനോ സഹായിക്കാനോ ആളുകളില്ലാതെ വരുമ്പോ ഗത്യന്തരമില്ലാതെ സ്വന്തം വീടും പറമ്പൊക്കെ വിറ്റുപോയി പിന്നീട് തിരിച്ചു വാങ്ങാൻ കഴിയാത്ത വിധം കട്ടപ്പാടിലേക്ക് പോകുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ അയൽപക്കങ്ങളിൽ ജീവിക്കുമ്പോ ടേക്ക് ടൈം ടു ബി അവേ, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം. അവരെ വല്ലതും സഹായിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവരാണ് മുഅ്മിൻ. കാരണം ഒരു മുഅ്മിൻ സ്വന്തം അയൽവാസിക്ക് അഭയമാണ്, അവർക്ക് സംരക്ഷണമാണ്, അവരുടെ വീടിന്റെ സംരക്ഷണം, അവരുടെ വീട്ടുകാർക്ക് സംരക്ഷണം, അവരുടെ സ്വകാര്യതകൾക്ക് സംരക്ഷണം. ഇത് വളരെ മനോഹരമായ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഹജ്ജിന് വേണ്ടി ഇറാഖിൽ നിന്ന് ഒരാൾ മക്കായിലേക്ക് വരുന്നു. ആ വരുന്ന വഴിയിൽ തന്റെ അമ്മാവൻ അദ്ദേഹത്തിന് 10,000 ദിർഹം കൊടുത്തു കയ്യിൽ. ഇത് നിങ്ങൾ മക്കയിൽ ചെന്നിട്ട് അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന് നിങ്ങൾ സ്വതക്കയായി കൊടുക്കണം. കാരണം ഹറമിൽ സ്വതക്ക കൊടുക്കുന്നത് വലിയ കൂലിയാണല്ലോ. അങ്ങനെ സ്വതക്ക കൊടുക്കാൻ 10,000 ദിർഹം കയ്യിൽ കൊടുത്ത് ഹജ്ജിന് വേണ്ടി വന്ന ഒരു സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാന്റെ ചരിത്രം. മക്കയിലേക്ക് വന്നു, അവിടെ ചോദിച്ചു, ഇവിടെ ഏറ്റവും മുസ്ലിമീങ്ങളിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരായി താമസിക്കുന്നവരാരാണ്? അപ്പൊ ആരോ പറഞ്ഞു, ഈ വഴിയിൽ ഇങ്ങനെ പോയിട്ട് ഇന്നാലിന്റെ വീടാണ്, അവിടെ പോയാൽ അവരാണ് ഇവിടുത്തെ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ എന്റെ കയ്യിൽ 10,000 ദിർഹമുണ്ട്, എന്റെ അമ്മാവൻ ഏൽപ്പിച്ചതാണ്, അത് ഹറമിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് വാതിൽക്കൽ മുട്ടുന്നു, വാതിൽ തുറന്നു തന്നു. അപ്പോ അവരോട് പറഞ്ഞു, ഞാനൊരു സദക്കയുമായി വന്നതാണ്, നിങ്ങൾക്ക് 10,000 ദിർഹം എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്കല്ല, ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരാരോ അവർക്ക് തരാൻ വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചത്. അത് നിങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ടവരെന്ന് എന്നോട് പറഞ്ഞു ആളുകൾ, അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കണം. ആ വീട്ടുകാർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അങ്ങനെയല്ലല്ലോ, ഞങ്ങളുടെ വീടിന്റെ 2 വീട് അപ്പുറമുള്ള ആ വീട്ടുകാർ അവർ ഞങ്ങളെക്കാളും കഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇതായിരുന്നു ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ. മൻഅൻ വഹാത്തിൻ, ഇന്ന് അങ്ങനെയാണ്. അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുകയും അന്യായമായത് ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന കാലമാണ്. ലഖദ് അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചതും അങ്ങനെ തന്നെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീട്ടുകാർക്ക് കിട്ടുമായിരുന്ന 10,000 നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കും പറയാ? അല്ലാ, നിങ്ങൾ കറക്റ്റ് ആ വീട്ടിൽ തന്നെ എത്തിയിട്ടുള്ളത്, നമുക്ക് 10,000 അതിലേക്ക് ഒരു 5,000 കൂടെ ഏറെ കിട്ടിയാൽ എന്നൊക്കെ ആയിരിക്കും പറയാം. തൊട്ടടുത്ത വീട്ടിലേക്ക് ചെന്നു, ആ വീട്ടുകാരോട് പറഞ്ഞു, അല്ല, നിങ്ങളാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അയൽവാസികളാ പറഞ്ഞു. അന്നത്തെ അയൽപക്ക ബന്ധം അങ്ങനെയാണ്. ഇന്ന് അയൽപക്ക ബന്ധത്തേക്ക് ഒരു കല്യാണം വരുമ്പോ അത് മുടക്കുക, എന്തെങ്കിലും ഒരു നന്മ വരുന്നുണ്ടോ അത് തടഞ്ഞു വെക്കുക, 2 അടി വഴി പോകുന്നുണ്ടോ അത് മുടക്കുക, എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്ന ആധുനിക ഇസ്ലാമിക പേരുള്ള ആളുകളുടെ സംസ്കാരവും ഇസ്ലാമിന്റെ തനതായ സംസ്കാരവും 2 രണ്ടാണ്. ആ 2ാമത്തെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടിയപ്പോ
അവരോട് പറഞ്ഞു, ഇതാണ് എന്റെ അമ്മാവൻ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് തരാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ ഞാൻ ആദ്യം വീട്ടിൽ പോയി അവരാ പറഞ്ഞത്, അവരെക്കാളും നിങ്ങളാ കഷ്ടപ്പെടുന്നത് എന്ന്, അതുകൊണ്ട് നിങ്ങളിത് വാങ്ങിക്കണം. അപ്പൊ ആ രണ്ടാമത്തെ വീട്ടുകാർ പറഞ്ഞു, ശരിയാ, പക്ഷേ ഞങ്ങളെപ്പോലെ അതേ കഷ്ടപ്പാടുള്ള വീട്ടുകാരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച വീട്ടുകാർ. അതുകൊണ്ട് ഇത് ഞങ്ങൾ 2 വീട്ടുകാർക്ക് നിങ്ങൾ പകുതിയായി തന്നാൽ മതി. അങ്ങനെ 5000 ഇവിടെയും 5000 അപ്പുറത്തും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോരുന്നത്. ഈ ഒരു അയൽപക്ക ബന്ധത്തിന്റെ മനോഹാരിത, ഇതിലുള്ള ഏറ്റവും വലിയ മനോഹരമായ ഇസ്ലാമിന്റെ സംസ്കാരം, സ്വന്തം അയൽപക്കത്തെ ഗൗനിക്കുകയും സ്നേഹിക്കുകയും അവരോടുള്ള കടപ്പാട് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് തക്കുൻ മുഅ്മിന, നിങ്ങൾ മുഅ്മിനാവുന്നത്. പൊതുജനങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമേ. അപ്പോഴാണ് നിങ്ങൾ മുസ്ലിമാവുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംസ്കാരം മുസ്ലിം ജീവിതങ്ങളിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിനെ നമ്മിൽ നിന്ന് നോക്കി പഠിക്കാൻ ആളുകൾക്ക് കഴിയാതെ പോകുന്നത്. ഇസ്ലാമിനെ നോക്കി പഠിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാം കിതാബുകളിലുണ്ട്, ഇസ്ലാം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, പക്ഷേ നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഇടപെടലുകളിലും കാണുന്നില്ല. ഇവിടെയാണ് ഇസ്ലാം അഭയമാണ് സർവർക്കും എല്ലാറ്റിനും ഏവർക്കും എന്ന ആ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസ്കാരത്തിന്റെ ആളുകളായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. ചൊല്ലില്ലേ സാർ? ഇങ്ങനെ മദീനത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ പച്ച കുബ്ബയെ മനസ്സിൽ ഇങ്ങനെ കണ്ട് അവിടെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹ്. ഹബീബ് ഇത് കേൾക്കുകയാണ്. അവിടത്തേക്ക് കേൾപ്പിക്കാൻ മലക്കുകൾ ഈ മൈതാനിയിൽ നിന്ന് ഹറം എന്ന മദീനയുടെ ഹറമിലേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഓരോരുത്തരുടെ സ്വലാത്തു നബിയെ നിനക്ക് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഇൽമിന്റെ മജ്ലിസിൽ. ഇന്നആൾ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും സ്വലാത്തുകൾ ഹബീബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി മാത്രം ചില മലക്കുകൾ അല്ലാഹു നിയോഗിച്ചു. എന്റെ മരണശേഷവും എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതും എന്നോട് സലാം പറയുന്നതും എനിക്ക് അല്ലാഹു എത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ചുകൊണ്ട് സല്ലൂ അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته واحشرنا تحت ظل لوائه المعقود وأدخلنا الجنة مع الأبرار يا عزيز يا غفار. അല്ലാഹു നമുക്ക് ഹബീബിന്റെ ശഫാഅത്ത് തരട്ടെ. അവിടുത്തെ പരിശുദ്ധമായ കൊടുക്ക് കീഴിൽ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് ചേരാനും സ്വർഗത്തിന്റെ വാതിൽ മുത്ത് ഹബീബ് തുറക്കുമ്പോ ആ ചെറുസംഘത്തിൽ ചേരാനും അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ യാ റബ്ബൽ ആലമീൻ. ജസാകുമുല്ലാഹ് ഖൈർ.